ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, അഭിവന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ ഓർമ്മയാചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെക്കുറിച്ച് അല്പസമയം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന ഓർമ്മകളിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് വ്യക്തിബന്ധമുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ സാധിക്കും. ഞാൻ അഭിവന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയെ ഓർക്കുമ്പോൾ എനിക്ക് ഉള്ള സന്തോഷം, അദ്ദേഹം അവസാനമായി വൈദിക പട്ടം നൽകിയ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. അതാണ് എൻ്റെ ഒന്നാമത്തെ സന്തോഷം. രണ്ടാമതായിട്ട് ഞാൻ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്ന തിരുസന്നിധിയിൽ ഒരു വർഷം ഒരു റീജൻ്റായി അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ച വ്യക്തിപരമായ വാത്സല്യവും കരുതലും എനിക്ക് പല സന്ദർഭങ്ങളിലും അദ്ദേഹം തന്നിട്ടുള്ള കരുത്തും മറക്കാൻ പറ്റാത്തതുകൊണ്ടും കുറച്ചുകൂടി എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മയാണ് അഭിവന്യ സിറിൽ ബസേലിയോസ് പിതാവിൻ്റെ ഓർമ്മ. മാത്രമല്ല, കൃത്യമായി പറഞ്ഞാൽ ഒരു 3 സന്ദർഭങ്ങളിൽ സെമിനറിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ട സന്ദർഭത്തിലും എൻ്റെ ദൈവവിളിയെ പ്രതിരോധിച്ചതും എനിക്ക് വൈദികനാവാൻ നിയോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞെന്നെ സെമിനാരി പരിശീലനത്തിന് അനുവദിച്ചതും അദ്ദേഹമാണ്. അപ്പോൾ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പിന്നിൽ എനിക്ക് ദൈവം തന്ന വലിയൊരു കരുത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ വൈദികൻ ആവാൻ ഇയാളെ പ്രൊമോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ പോലും എനിക്ക് അദ്ദേഹം തന്ന ഒരു കരുത്തും ശക്തിയും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. പിന്നീട് വൈദികനായതിന് ശേഷം ഞാൻ വൈദികനായി ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹം കാലം ചെയ്തു. എങ്കിലും വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ കണ്ട സമയത്തൊക്കെ എന്നോട് അദ്ദേഹത്തിന് അഗാധമായ ഒരു വാത്സല്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ ഒരവസരം ദൈവം തരുമ്പോൾ അതിനെ ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. പന്തളത്തെ ഉള്ളന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1935 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് അഭിവന്യ ബസേലിയോസ് ബാവ തിരുമേനി ജനിച്ചത്. അദ്ദേഹം 1950 ജൂൺ മാസം 15-ാം തീയതി അഭിവന്യ മാർ ഇവാനീസ് പിതാവ് സ്ഥാപിച്ച രൂപം കൊടുത്ത ബദനി ആശ്രമത്തിൽ ചേർന്നു. 1960 പൂനെയിലെ പേപ്പൽ സെമിനാരിയിൽ വെച്ച് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെ ചെറിയ കുറച്ച് മിഷനുകളിൽ ശുശ്രൂഷ ചെയ്തു വൈദികനായിട്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് പാവങ്ങളോടുള്ള അനുകമ്പയും പാവങ്ങളോടുള്ള സഹാനുഭൂതിയും പാവങ്ങളോട്, പ്രത്യേകിച്ച് ഞാൻ ഈ പാപ്പാല എന്ന് പറയുന്ന സ്ഥലത്തെ ആ ട്രൈബൽസായ മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുമായിരുന്നു, പലപ്പോഴും ഇങ്ങനെ MC റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവരെ കാണാൻ ആ കോളനിയിൽ അദ്ദേഹം കയറി ചെല്ലുമായിരുന്നു എന്നവർ പല സന്ദർഭങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട മനുഷ്യരോടുള്ള സഹാനുഭൂതിയും കരുണയുമൊക്കെ അദ്ദേഹത്തിൽ വളർന്നത് തിരുവനന്തപുരത്തെ ഈ മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്ത ചുരുങ്ങിയ കാലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ കാലമാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതിനുശേഷം കാനൻ നിയമം പഠിക്കാൻ അദ്ദേഹത്തെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. അവിടെ വലിയ സത്യം പറഞ്ഞാൽ ഉന്നതമായ വിധികർത്താക്കളുടെയും അധ്യാപകരുടെയും എല്ലാം മുക്തകണ്ഠമായ പ്രശംസ നേടുന്ന വിധത്തിലുള്ള ഒരു പ്രബന്ധാവതരണവും
ഒരു തീസിസും എല്ലാം സമർപ്പിച്ചാണ് അദ്ദേഹം ആ അധ്യയനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം പിന്നീട് കോട്ടയത്തെ സെൻറ്റ് തോമസ് അപ്പസ്റ്റോലിക് സെമിനാരിയിൽ, വടവാതൂർ സെമിനാരിയിലെ അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്ന അനേകം വൈദികർ ആ ക്ലാസ്സുകളെക്കുറിച്ച്, അദ്ദേഹം പഠിപ്പിച്ച ദൈവശാസ്ത്ര പാഠങ്ങളെക്കുറിച്ചുള്ള ആ ക്ലാസ്സുകളെക്കുറിച്ചുള്ള ആഴം പലപ്പോഴും പങ്കുവെച്ച് പലരും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അതിനുശേഷം ന്യൂയോർക്കിലുള്ള സെൻറ്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം മനഃശാസ്ത്രം പഠിക്കാനായിട്ട് പോയി. അവിടെ അദ്ദേഹം വലിയ ഉന്നതമായ നിലയിൽ ഗോൾഡ് മെഡലോടുകൂടിയാണ് അവിടെയും അദ്ദേഹം പാസ്സായത്. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് 1974 ബഥനി ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ജനറലായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലം കഴിഞ്ഞ് 1978 ബത്തേരി ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ ബിഷപ്പായിട്ട് അദ്ദേഹത്തെ തിരുസഭ നിയമിക്കുന്നത്. ബത്തേരിയിൽ അദ്ദേഹം ഏതാണ്ട് 18 വർഷങ്ങളോളം അദ്ദേഹം ബത്തേരിയിൽ ചെലവഴിച്ച, അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ആ കാലം അവിസ്മരണീയമായൊരു കാലമാണ്. പ്രത്യേകിച്ച് ആ രൂപതയെ രൂപപ്പെടുത്താൻ വളരെയധികം ദാരിദ്ര്യവും ക്ലേശവും ബുദ്ധിമുട്ടുമുള്ള ഒരു സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് ആദിവാസികളുടെ ഇടയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തത്, ആദിവാസി കുടിലുകളിൽ കയറി ഇറങ്ങിയത് ഒക്കെ, അതൊക്കെ ശരിക്കും ഇനിയും നമ്മൾ ചികഞ്ഞെടുക്കേണ്ട, ശരിക്കും മുകൾ തട്ടിലേക്ക് കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണത്. പ്രത്യേകിച്ച് ജീപ്പ് ഓടിച്ച് ബത്തേരിയിലൂടെ പോകുന്ന ഒരു മെത്രാൻ, ബത്തേരി ടൗണിലെ ആളുകൾ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു മെത്രാനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആദിവാസി കുടിലുകളിൽ കയറി ഇറങ്ങി അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും അവരോടൊപ്പം ആഹാരം കഴിക്കുകയും അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തൊരു മെത്രാൻ. മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തോട് അഗാധമായ ഒരു അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ സ്ഥാപനങ്ങൾക്ക് പേരിടുമ്പോഴും ഓരോ പുതിയ സംവിധാനങ്ങൾ ആരംഭിക്കുമ്പോഴും എല്ലാം ഭാരതീയമായ നാമങ്ങളാണ് അതിന് നൽകിയത്. അങ്ങനെ ഈ നാടിനോട് ചേർന്ന് നിന്ന, മനുഷ്യരോട് ചേർന്ന് നിന്ന, പാവങ്ങളോട് ചേർന്ന് നിന്ന ഒരു കാലമായിരുന്നു ബത്തേരിയിലെ അദ്ദേഹത്തിൻ്റെ 2 പതിറ്റാണ്ടോളം നീണ്ട ശുശ്രൂഷ. അങ്ങനെ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം 1995 നവംബർ മാസം 29 മാർപ്പാപ്പ അദ്ദേഹത്തെ തിരുവനന്തപുരത്തിൻ്റെ ആർച്ച് ബിഷപ്പായും മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായും അദ്ദേഹത്തെ നിയമിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്ത 1995 മുതൽ 2007 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നത് വരെ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് ശുശ്രൂഷ ചെയ്ത കാലത്താണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളതും. ഞാൻ അദ്ദേഹത്തിൻ്റെ 1995 അദ്ദേഹം വരുന്നത്. 1995 ഞാൻ സെമിനാരി ചേരുന്നത്. അതുപോലെ തന്നെ 2007 അദ്ദേഹം കാലം ചെയ്യുമ്പോൾ ഞാൻ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഞാൻ ദൈവ ശുശ്രൂഷയിലേക്ക്, സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതും വൈദികനായിട്ട് മാറുന്നതും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി അടുപ്പത്തിൽ അദ്ദേഹത്തെ കാണാനും ആ മനുഷ്യൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. 2005 അദ്ദേഹത്തെ മേജർ ആർച്ച് ബിഷപ്പായി തിരുസഭ നിയമിച്ചു. മേജർ ആർച്ച് ബിഷപ്പായിട്ട് റോം നിയമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാതോലിക്കോസ് എന്ന ടൈറ്റിൽ സഭയുടെ പൈതൃകമനുസരിച്ച് സ്വീകരിച്ചു. അങ്ങനെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്ക ബാവയായിട്ട് അദ്ദേഹം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ 2007 ജനുവരി 18 കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ 10-20 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ ഒരുപക്ഷെ 1 ദിവസം കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ജീവിതമല്ല. ഞാൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഏതാനും ചില ചിത്രങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, അദ്ദേഹം ആഴമായ ദൈവാശ്രയ ബോധമുള്ള ആളായിരുന്നു. അത് ഒരു മനുഷ്യൻ്റെ ദൈവാശ്രയ ബോധം നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? മുഖത്ത് നോക്കി അറിയാം. എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തം വന്ന മനുഷ്യൻ്റെ പുറകിൽ, ഒരു മനുഷ്യൻ്റെ പക്വതയ്ക്ക് പുറകിൽ, ഒരു മനുഷ്യൻ്റെ എടുത്തു ചാടാത്ത പ്രകൃതത്തിന് പുറകിൽ ആഴമായ ദൈവാശ്രയമുണ്ട്. അതായത് ഒരു മനുഷ്യനെ അവധാനതയോടെ പെരുമാറാൻ എന്താ സഹായിക്കുന്നത്?
ഒരു മനുഷ്യനെ പ്രകോപനങ്ങളിൽ പ്രകോപിതനാവാതിരിക്കാൻ എങ്ങനെ സഹായിക്കുന്നത്? എന്താ സഹായിക്കുന്നത്? അത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന ശാന്തത, ആ ശാന്തത എന്ന് പറയുന്നത് അത് എന്നാ പറയാം, അത് ഉണ്ടാക്കിയെടുക്കുന്നൊരു ശാന്തതയല്ല. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നൊരു ശാന്തതയല്ല. അത് എപ്പോഴാണ്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ആ മുഖത്ത് അഗാധമായ ഒരു കടലിൻ്റെ ആഴത്തിലുള്ള ശാന്തത ഉണ്ടായിരുന്നു. എത്ര കൊടിയ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതെങ്കിലും നമ്മൾ സെറ്റിൽഡ് ആവും. ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മളോട് പറയും. ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, എനിക്കറിയാം, സെമിനറിയിൽ ഭയങ്കര ക്രൈസിസ് ആയിട്ട് നിന്ന എൻ്റെ സുഹൃത്തുക്കളായിരുന്ന 1-2 വൈദികർ ഇന്ന് അവർ സഭയിൽ സുദീർഘമായി ശുശ്രൂഷ ചെയ്യുന്നു. അവർ പിതാവിനോട് ഞങ്ങൾ ദൈവവിളി ഉപേക്ഷിച്ച് പോവാണ്, ഞങ്ങൾക്ക് വൈദികനാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ രാത്രിയിൽ 1 മണി വരെ 2 മണി വരെയൊക്കെ അവരോട് സംസാരിച്ചിരുന്ന് പിറ്റേ ദിവസം മുതൽ ഈ ആളുകളുടെ ജീവിതം നമ്മൾ ഇന്നലെ കണ്ട ജീവിതമല്ല, വലിയ വ്യത്യാസം വരികയാണ്. രാത്രിയിൽ അദ്ദേഹം കൂടുതൽ സമയം ജോലി ചെയ്തിരുന്നത് രാത്രികളിലാണ്. രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂടുതൽ വളരും, വികസിക്കും എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ മനുഷ്യരോട് സംസാരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത് രാത്രിയിലാണ്. അപ്പോൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതായത് അത്താഴം കഴിഞ്ഞിട്ട് ഈ പിതാവ് താമസിക്കുന്ന ആ ഫ്ലോറിലെ ലൈറ്റുകൾ, അവിടെ അധികം പേര് താമസമില്ലാത്തത് കൊണ്ട്, അവിടെ അധികം ആരും താമസമില്ലാത്തത് കൊണ്ട് ആ ഫ്ലോറിലെ ലൈറ്റുകളെല്ലാം സാധാരണഗതിയിൽ ഓൺ ചെയ്തിടാറില്ല രാത്രിയിൽ. അപ്പോൾ അവിടെ 1-2 ലൈറ്റ് മാത്രം കാണും, ഒരു മങ്ങിയ വെളിച്ചം മാത്രമേ കാണൂ. ഞാൻ പല രാത്രികളിലും കണ്ടിട്ടുണ്ട്. കാരണം റീജൻസി ബ്രദറാകുമ്പോൾ എല്ലാം അവസാനം ഗേറ്റും എല്ലാം അടച്ച് അവസാനം നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ പല രാത്രികളിലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ലുങ്കിയൊക്കെ ഉടുത്ത്, ഒരു ജുബയൊക്കെ ഇട്ട്, ഒരു കൊന്തയും പിടിച്ച് ഈ വരാന്തയിലൂടെ നടന്ന് 1-1-ലധികമോ ജപമാലകൾ ചൊല്ലി, എന്ന് പറഞ്ഞാൽ അത് അരമണിക്കൂർ കൊണ്ടൊന്നും തീരില്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ നടന്ന് ജപമാലയും ചൊല്ലി, അത് എല്ലാ രാത്രികളിലും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ചാപ്പൽ ഉണ്ടായിരുന്നു. ആ ചാപ്പലിൽ മണിക്കൂറുകൾ അദ്ദേഹം ധ്യാന നിമഗ്നനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏകാന്ത പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ അത് ദൈവാശ്രയ ബോധം, ആ ദൈവാശ്രയ ബോധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിലൂടെ ഈ സഭയ്ക്ക് കൈവന്ന നന്മകൾ നിരവധിയാണ്. ഞാനത് പറയാൻ തുടങ്ങിയാൽ ഈ സമയത്തിനകത്ത് നിൽക്കില്ല. കാരണം മലങ്കര സഭയ്ക്ക് മാത്രമല്ല, കേരള സഭയ്ക്ക് മാത്രമല്ല, 2 തവണ അദ്ദേഹം CBCയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പല സമ്മേളനങ്ങളിലും ഇന്ത്യയിലെ ബിഷപ്സിനെ പ്രതിനിധീകരിച്ച് സഭയുടെ പ്രധാനപ്പെട്ട പല സമ്മേളനങ്ങളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഈ സമയത്തിനകത്ത് തികയില്ല. മറിച്ച് ഈ ദൈവാശ്രയ ബോധം അത് ആഴമായിരുന്നു. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വ്യക്തിപരമായ പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ ബോധം എപ്പോഴും ഒരു എക്ലേസിയൽ സെൻസായിരുന്നു. അതൊരു ഒരു സഭാത്മക ബോധം, സഭാബോധം എന്ന് പറഞ്ഞാൽ, അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നറിയാമോ, ഈ സഭ എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. സഭയെ സമുദായമായിട്ട് തെറ്റിദ്ധരിക്കരുത്. സഭ വേറൊരു എൻറ്റിറ്റിയാണ്. അത് ശരിക്കും ആഴമായ വചന പഠനത്തിലൂടെ മാത്രമേ നമുക്ക് വെളിപ്പെട്ട് കിട്ടൂ. സഭയൊരു സംഘടനയല്ല, സഭയൊരു സംവിധാനമല്ല, സഭ. അപ്പോൾ അദ്ദേഹം ഈ യുവജനങ്ങളെ വിളിച്ചത് സഭയിലെ യുവജനങ്ങളെന്നല്ല, അദ്ദേഹം യുവജനങ്ങളെ വിളിച്ചത് യുവജന സഭ എന്നാണ്. യുവജന സഭ. അപ്പോൾ അദ്ദേഹം സൺഡേ സ്കൂൾ കുട്ടികളെ എങ്ങനെ വിളിക്കും അല്ലേ? കുട്ടികളുടെ സഭ. അപ്പോൾ ഈ സഭയെന്ന് പറയുന്നത് ഒരു ഹയറാർക്കി മാത്രമല്ലെന്നും, സഭയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവജനവും വൈദികരും സന്യസ്തരും പിതാക്കന്മാരും എല്ലാവരും ചേരുന്ന ഈശോയുടെ ശരീരമാണെന്നും, ആ ശരീരമാണ് സഭയെന്ന്, ആ സഭാബോധം അത് അദ്ദേഹം എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്ലേസിയൽ സെൻസ് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്, സഭയെന്ന് പറയുന്നത് സഭകളുടെ കമ്മ്യൂണിയനാണ്. കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സഭയല്ല,
വിവിധ വ്യക്തിഗത സഭകളുടെ സങ്കലനമാണ്, സമാഗമമാണ്, കൂടിവരവാണ്, കമ്മ്യൂണിയനാണ്, കൂടിച്ചേരലാണ് സഭ. ഇതെല്ലാം ചേരുമ്പോഴേ സഭയാവൂ. ഈ സഭാബോധം അത് ഭയങ്കര ശക്തമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ സഭ, പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വളരെ വേഗം വളർന്നു. അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രെങ്ത് വർദ്ധിച്ചൊരു കാലമായിരുന്നു അത്, ആ സഭാബോധം. മറ്റൊന്ന്, അദ്ദേഹം മരണം വരെ ഒരു സന്യാസിയായിരുന്നു. പല കാര്യങ്ങളും നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. മരണം വരെ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രകടമായിരുന്നു. മരണം വരെ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം തന്നോട് തന്നെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം ദേഷ്യപ്പെടുന്നത്, ഞാൻ ഒരു കൊല്ലം അദ്ദേഹം താമസിച്ചിരുന്ന അതേ സ്ഥലത്ത് താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ മിക്കവാറും തന്നെ അദ്ദേഹം ഒത്തിരി യാത്ര ചെയ്യുന്ന ആളായിരുന്നില്ല. മിക്കവാറും ഒക്കെ തന്നെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അഭിമന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ പിതാവ് തിരുമേനി ഒരു സന്യാസിയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഓർമ്മകൾ, അദ്ദേഹം ദേഷ്യപ്പെടുന്നത് വളരെ ചുരുക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ, കോപിക്കുന്നത്. അപ്പോൾ എന്നെ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം അതിശക്തമായിട്ട് ക്ഷോഭിച്ച സന്ദർഭങ്ങൾ, ഓർമ്മകൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടത്. അതെന്തിനായിരുന്നറിയാമോ? അത് അദ്ദേഹത്തോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലായിരുന്നില്ല. അദ്ദേഹത്തോട് ആരെന്ത് ചെയ്താലും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും കോപിച്ചിട്ടില്ല, ഒന്നും ക്ഷോഭിച്ചിട്ടില്ല. ഭയങ്കര പേഴ്സണലായ ഏതെങ്കിലും സൗഹൃദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കൽ പോലും ഒരു ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഒക്കെ ആണല്ലോ, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ സ്ഥലത്ത് താമസിക്കുന്നവരോടാണല്ലോ നമ്മുടെ മനസ്സ് തുറക്കുന്നത്. ഒരിക്കൽ പോലും തനിക്കെതിരെ എന്തെങ്കിലും വ്യക്തിപരമായ ആക്ഷേപങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്തവരെ കുറിച്ച് പരാമർശിച്ച് അദ്ദേഹം ക്ഷോഭിക്കുന്നതോ കോപിക്കുന്നതോ അസ്വസ്ഥനാവുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതെപ്പോഴെന്നറിയാമോ? മറ്റുള്ളവർക്കെതിരെ മനുഷ്യർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ, വൈദികരോട്, സന്യസ്തരോട്, അല്ലെങ്കിൽ ദൈവജനത്തോട്, അല്ലെങ്കിൽ ഒരു ഇടവകയിലെ ജനത്തോട്, ആ സമയത്ത് അദ്ദേഹം ക്ഷോഭിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വിരക്തനായ മനുഷ്യൻ്റെ പ്രത്യേകതയാണത്. ഈശോ എപ്പോഴാണ് കോപിച്ചേ? ഈശോയോട് ഒരു വ്യക്തി എന്ന നിലയിൽ ഈശോയോട് ദ്രോഹം ചെയ്ത ആരോടും ഈശോ ക്ഷോഭിച്ചിട്ടില്ല. തനിക്കെതിരെ വന്ന എല്ലാ ഉപദ്രവങ്ങളെയും അവൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ നേരിട്ടു. ഈശോ ക്ഷോഭിച്ചെപ്പോഴാണ്? ദേവാലയം അശുദ്ധമാക്കിയപ്പോൾ ഈശോ കോപിച്ചു. എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ കോസിന് വേണ്ടി മാത്രമേ അദ്ദേഹം ക്ഷോഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഈ മരണം വരെ അദ്ദേഹം വിരക്തനായിരുന്നു, സന്യാസിയായിരുന്നു. മറ്റൊന്നെന്തെന്നറിയാം? മനുഷ്യരോട് അഗാധമായ കരുണയും, ഞാൻ പറയുന്നൊരു വാക്ക്, ബഹുമാനവും ഉണ്ടായിരുന്നു. ഈ കരുണ അല്ലെങ്കിൽ സഹാനുഭൂതി എല്ലാ മതത്തിലും ഉള്ളവർക്ക് ഉണ്ടാവാം. എല്ലാ മതത്തിലും പെട്ട ആളുകൾ കരുണ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യരുടെ പ്രയാസം വരുമ്പോൾ അവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കുന്നത്, നല്ല മനുഷ്യരെല്ലാം അങ്ങനെ ചെയ്യും. പക്ഷെ മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുന്ന മനുഷ്യരെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. മനുഷ്യരെ ബഹുമാനിക്കുന്നവർ, അതായത് ആരാണെങ്കിലും അവരെ, ഏത് നിസാരനാണെങ്കിലും അയാളെ റെസ്പെക്റ്റ് ചെയ്യും. അത് നമുക്കത് മനസ്സിലാവുന്നപ്പോഴെന്നറിയാം, നമ്മളൊരു ഏറ്റവും ഇപ്പോൾ ഒരു ബിഷപ്സ് ഹൗസിലെ ഏറ്റവും അപ്രധാനമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് അവിടുത്തെ റീജൻസി ബ്രദർ. ബാക്കി ഞാൻ പറയുന്നത് വേറെ നെഗറ്റീവായ അർത്ഥത്തിൽ പറയുന്നതല്ല, മറിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ തരത്തിലും വലിയ 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 ശുശ്രൂഷകൾ ചെയ്യുന്ന വലിയ ആളുകൾ വേറെയുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും നിസാരനായ ആളാണ് അവിടുത്തെ സഹായിക്കാൻ നിൽക്കുന്ന റീജൻസി ബ്രദർ. നിസാരമായ, നമുക്ക് ഒരു ലോകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയുള്ളവരോട് പോലും അദ്ദേഹം കാണിച്ചിരുന്ന ഒരു ബഹുമാനം. ഞാൻ കാലൊടിഞ്ഞ് കുറച്ച് നാൾ കിടന്നു ബിഷപ്സ് ഹൗസിൽ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു റീജൻസി ബ്രദറിനോട് ഈ സഭയുടെ തലവൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇച്ഛാഭംഗം തോന്നും. അതായത് ഇങ്ങോട്ട് എന്നെ കാണാൻ വരുന്നത് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇച്ഛാഭംഗം തോന്നും. കാരണം എന്നെ കാണാൻ വരേണ്ട കാര്യമില്ല, ആരോടെയും ചോദിച്ചാൽ മതി അവർ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരോട് അദ്ദേഹം കാണിച്ച അത് നമ്മളോട് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ബിഷപ്സ് ഹൗസിൽ പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ, പാവങ്ങൾ വരുമ്പോൾ അവരോട് കാണിച്ചിരുന്ന ഒരു
കരുണ, സ്നേഹം. പ്രത്യേകിച്ച് ഞാൻ പാപ്പാലയിലെ കാര്യം പറഞ്ഞല്ലോ. പാപ്പാലയിലെ മനുഷ്യരോട് കാണിച്ചിരുന്ന ഒരു സ്നേഹം. നമുക്ക് ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കരുണയുണ്ടോയെന്നറിയുന്നത് അയാൾ ഏറ്റവും നിസാരനായ ആളോട് കാണിക്കുന്ന നിലപാടിനെ അപഗ്രഥിച്ച് വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് മനുഷ്യരോട്. വേറൊരു കാര്യം എന്നറിയാം, ഇപ്പം ഒരാൾക്കൊരു തെറ്റ് പറ്റി. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ ഒരു അൽമായന്, ഒരു അച്ഛന്, ഒരു സിസ്റ്ററിന് ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചു. തെറ്റ് പറ്റുമ്പോൾ നമുക്കറിയാമല്ലോ, 100 കണക്കിന് ആരോപണങ്ങളുമായിട്ട് എല്ലാവരും ഈ ആൾക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിതാവിൻ്റെ അടുത്തെത്തും. എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം കേൾക്കും, ഈ ആളെ വിളിപ്പിക്കും, ഇതെല്ലാം ചോദിക്കും. എന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷണ നടപടി ചിലപ്പോൾ സ്വീകരിക്കും, ചെറിയ നിസ്സാരമായ എന്തെങ്കിലും ഒന്ന്. ഇത് ബാക്കിയുള്ളവരെ നന്നായിട്ട് പ്രകോപിപ്പിക്കും. അപ്പോൾ അവർ പറയും, അതെന്തിനാണ്, ഇത് കഠിനം, വലിയ ശിക്ഷ കൊടുക്കേണ്ടതല്ലേ ഇത്. ഞാൻ എൻ്റെ കാത് കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണമേശയിലിരിക്കുമ്പോൾ ആരോ ഒരാളിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അതിന് കൊടുത്തൊരു മറുപടി ഇതാണ്: നമ്മളൊരു മനുഷ്യനെ അയാൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ അങ്ങ് ഇല്ലായ്മ ചെയ്യുമ്പോൾ അയാൾ ആജീവനാന്തം കർത്താവിൻ്റെ ശരീരത്തിന് ചെയ്ത നന്മകളെ നമ്മൾ മറന്നു പോവാണ്. അത് ചെയ്യാൻ പാടില്ല. അതായത് ഒരാൾ ഒരു ലൈഫ് ടൈമിൽ, ഇപ്പോൾ ഒരു ഇടവകയിലെ ഒരു കൈക്കാരനോ ട്രസ്റ്റി ആരും ആവട്ടെ, ഒരു പ്രവൃത്തിയുടെ പേരിൽ നമ്മൾ ഇയാളെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ജന്മം ഈ മനുഷ്യൻ ഈ പള്ളിക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി ചെയ്ത നന്മകളെയാണ്. എന്നെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞൊരു ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ചെറിയ പ്രായത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ജന്മത്ത് പോലും അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പോൾ അത് മനുഷ്യരോടുള്ളൊരു സ്നേഹമാണത്, മനുഷ്യൻ്റെ ബലഹീനതയോടുള്ള ഒരു സഹാനുഭൂതിയാണത്. അപ്പോൾ അത് അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ടായിരുന്നു, നല്ലതുപോലെ ഒത്തിരി സന്ദർഭങ്ങൾ അതെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഇപ്പോൾ RSSൻ്റെ അധികാരിയായിരുന്ന സുദർശനുമായിട്ട് അദ്ദേഹം ചർച്ചകൾക്ക് പോയി. RSSൻ്റെ മേധാവി അരമനയിൽ വരികയും അദ്ദേഹം അവിടെ പോവുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നല്ല എതിർപ്പുണ്ടായി, സഭയ്ക്കകത്ത് നിന്ന് തന്നെ നല്ല എതിർപ്പുണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വേണ്ടി വന്നാൽ സാത്താനോട് പോലും ഞാനൊരു അനുരഞ്ജന സംഭാഷണത്തിന് സന്നദ്ധനാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഡയലോഗിൻ്റെ മനുഷ്യരായിരിക്കണം, നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാവണം. നമ്മൾക്കിപ്പോൾ നമ്മുടെ കണ്ണിൽ കുത്തുന്നവനോട് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നല്ല, മറിച്ച് ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത നടപടിയിലേക്ക് പോകരുത്. കോൺവെർസേഷൻ സാധ്യമാണെങ്കിൽ അത് സാധിക്കണം. കോൺവെർസേഷൻ സാധ്യമാണ്, ഈശോ അങ്ങനെയല്ലേ പറഞ്ഞേ. അവൻ നിന്നെ കേൾക്കുന്നെങ്കിൽ 2-3 സാക്ഷികളെയും കൂട്ടി പോവുക, പോയിട്ട് അവനോട് സംസാരിക്കുക. കേൾക്കുന്നില്ലെങ്കിൽ അവൻ ചുങ്കക്കാരനെ പോലെ വിജാതിനെ പോലെ ആയിക്കോട്ടെ. പക്ഷെ കേൾക്കാൻ അവൻ സന്നദ്ധനാണെങ്കിൽ, സംസാരത്തിന് അവൻ തയ്യാറാണെങ്കിൽ അതിനെ ഒഴിവാക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. അപ്പോൾ അദ്ദേഹം പിന്നെ വലിയൊരു സമൂഹ ബോധം, എല്ലാ മതത്തിൽപ്പെട്ടവരോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബഹുമാനം, സ്നേഹം, യേശു ഏകരക്ഷകനാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഈശോയുടെ. അദ്ദേഹം പ്രത്യേകിച്ച് നമ്മളൊരാൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം രക്ഷാകര സംഭവം അല്ലാതെ വേറൊരു വിഷയം പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ദൈർഘ്യം കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞ് പലരും പരാതി പറയുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള രക്ഷാകര സംഭവം മുഴുവൻ പറയാതെ ഞാൻ എന്താണ് പറയേണ്ടത്? അത് മുഴുവൻ പറയുമായിരുന്നു, രക്ഷാകര സംഭവം മുഴുവൻ. അതല്ലാതെ വേറൊരു വിഷയം അദ്ദേഹം സംസാരിക്കില്ല. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷയെക്കുറിച്ച് നല്ല വ്യക്തത ഉണ്ടായിരുന്ന ആളാണ്, അതിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ആളാണ്. യേശു ഏകരക്ഷകനാണെന്ന് മരണം വരെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ആളാണ്. പക്ഷേ എല്ലാ മനുഷ്യരോടും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരോടും അഗാധമായ സ്നേഹവും കരുണയും അതുപോലെ തന്നെ ഒരു ബന്ധവും ആത്മാർത്ഥതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ സ്നേഹനിലാവ് എന്ന പേരിൽ അഭിവന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയെക്കുറിച്ചൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് എന്നോട് ക്ലിമീസ് ബാവ തിരുമേനി പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ആ പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ അവസാനത്തെ പേജുകൾ ഞാൻ കണ്ണുനീരോടാണ് എഴുതി തീർത്തത്. എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടി കരഞ്ഞിട്ടാണ് കാരണം അദ്ദേഹം കാലം ചെയ്തു. എനിക്ക് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ വളരെ പേഴ്സണലായ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനത്തെ പേജുകൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വൈദികനായതിൻ്റെ ആ വർഷങ്ങളിൽ അദ്ദേഹം കാലം ചെയ്തതിന് ശേഷം തൊട്ടടുത്ത നാളുകളിൽ തന്നെയാണ് അത് എഴുതിയത്.
അപ്പോൾ അത് എനിക്ക് കണ്ണുനീരോടുകൂടി അല്ലാതെ സത്യം പറഞ്ഞാൽ ആ എഴുതിയതിനെക്കുറിച്ച് ആ കണ്ണുനീരോടാണ് എഴുതി തീർത്തത്. ഇന്ന് ഓർക്കുമ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ആ ഒരു സങ്കടമെന്ന് ഞാൻ പറയുമ്പോൾ അത് ആ സ്നേഹത്തിൽ നിന്ന് വരുന്നൊരു സങ്കടമാണ്. ഞാൻ കവറിൽ പോകുമ്പോൾ എപ്പോൾ ചെന്നാലും ഞാൻ നമ്മുടെ പിതാക്കന്മാരുടെ 3 പേരുടെയും കല്ലറയിൽ ഇങ്ങനെ ശിരസ് വെച്ച് പ്രാർത്ഥിക്കും. മാറിവനസ് തിരുമേനിയോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനയും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ സഭയെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഗ്രിഗോറിയോസ് തിരുമേനിയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്നേഹവും കരുണയും, സമൂഹത്തോടുണ്ടായിരുന്ന സ്നേഹവും, അദ്ദേഹത്തിന് മറ്റു മനുഷ്യരോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ, അതും ആ കൃപയും എനിക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ബസേലിയോസ് തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഒന്നും പ്രാർത്ഥിക്കില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഞാൻ കരയും. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും അഗാധമായ ഒരു സ്നേഹം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയോ എന്നും ചെന്ന് കാണുകയോ ഒന്നും ചെയ്തിരുന്ന ആളല്ല. മറിച്ച് വളരെ 2-3 സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. വൈദികനായതിനു ശേഷം തന്നെ പുറത്തൊന്നുമില്ല. പക്ഷേ വിദൂരത്തിൽ നിന്ന് ഞാൻ ആ മനുഷ്യൻ്റെ വലിപ്പം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സന്യാസത്തോളം പുരാതനമായൊരു സഭയാണ് നമ്മുടെ സഭ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഒരാളുടെ ഹൃദയം വലുതാവുന്നതാണ് അയാളുടെ പ്രാർത്ഥന എന്ന് അദ്ദേഹം പറയുമായിരുന്നു. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹൃദയം വലുതാവുന്നതാണ് അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ചിന്തയിലുമെല്ലാം ഉണ്ടായിരുന്ന ആ സഭാബോധം അത് വലുതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടത്ര മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. പല കാര്യങ്ങളും അദ്ദേഹം ചിന്തിച്ചിരുന്നൊരു ആംഗിള് ചിലപ്പോൾ പലർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബസേലിയോസ് പിതാവ്, സിറിൽ ബസേലിയോസ് പിതാവ് നമ്മൾ ചിന്തിക്കുന്നിടത്തോളം വളർന്നില്ലെന്നല്ല, നമ്മൾ അദ്ദേഹം ചിന്തിച്ച് തുടങ്ങിയിടത്തോളം വളർന്നില്ലെന്നാണ് സത്യം. നമ്മൾ അദ്ദേഹത്തെ വേണ്ടത്ര മനസ്സിലാക്കാൻ നമുക്ക് ഇന്നും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് ആ ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്നത് ഏതെങ്കിലും ഒരു ജീവിതത്തെ ആദർശവൽക്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്കിതൊക്കെ ഒരു പ്രേരണ, പ്രചോദനം, ഇൻസ്പിറേഷനാണ്. നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ചില മാതൃകാ ദീപങ്ങളെ ദൈവം കാലത്തിൻ്റെ വഴിവക്കുകളിൽ കൊളുത്തി വച്ചിരിക്കുകയാണ്. നമ്മൾ നടന്നു പോകുന്ന, പ്രത്യേകിച്ച് സന്ധ്യയുടെ ഇരുള് പരക്കുന്ന വഴിത്താരകളിൽ ദൈവം കൊളുത്തിവെച്ച പ്രകാശത്തിൻ്റെ തേജസ്സുകളാണിത്. ദൈവം കാത്തുവെച്ച പ്രകാശ ഗോപുരങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സഭയ്ക്ക് വേണ്ടി ദൈവം അദ്ദേഹത്തിലൂടെ ചെയ്ത ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഓർമ്മകളെ ഈ ദിവസം നമ്മൾ ഓർക്കുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ കരുത്തുള്ളവരാകാം. നമുക്ക് മുമ്പേ കടന്നുപോയ അഭിനന്ദരായ പിതാക്കന്മാർ ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.